നമസ്കാരം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി യൂട്യൂബ് ചാനലിൽ കാണുന്ന വീഡിയോകൾ വളരെ പേടിപ്പെടുത്തുന്ന വീഡിയോകൾ. അത് യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ കട്ടാകാൻ പോകുന്നു, പുതിയ ആൾക്കാർക്ക് ഇനി ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടൂല, പോളിസി ഭയങ്കരമായിട്ട് പോയി, ഇങ്ങനെയൊക്കെ ഒരുപാട് അഭ്യൂഹങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേക്കുറിച്ച് ഒന്ന് പറയണം തോന്നി. എന്താണ് യൂട്യൂബിൻ്റെ പുതിയ നയങ്ങൾ, പോളിസി മാറ്റം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് പലരും വ്യാകുലപ്പെടുന്നുണ്ട്. പല കമൻറ്റുകളും പല വീഡിയോകളും താഴെ വരുന്നുണ്ട്, അതിന് മറുപടി കിട്ടുന്നില്ല. അപ്പോൾ ആരും മറുപടി പറയാത്തത് കൊണ്ട് അത്തരത്തിലൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതാണ്. ഇതൊരു ടെക് വീഡിയോ ഒന്നും അല്ല, പക്ഷേ ചില കാര്യങ്ങൾ അറിയണമല്ലോ. അപ്പോൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതുകയും ചെയ്യാം. നമുക്ക് അതിൻ്റെ ബേസ് മുതൽ തന്നെ തുടങ്ങാം. യൂട്യൂബിൽ പുതിയൊരു ചാനൽ തുടങ്ങുന്ന ഒരാൾക്ക്, നിങ്ങൾക്കിപ്പോൾ ഒരു ചാനലില്ല, തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? ഇതിന് യൂട്യൂബ് 2 ഘട്ടങ്ങളായിട്ടാണ് വരുന്നത്. യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തന്നെ 2 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ നമുക്ക് പണം കിട്ടിത്തുടങ്ങുന്ന ഒരു ഘട്ടമാണ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഫാൻ ഫണ്ടിങ് എന്ന് വിളിക്കാം. നമ്മുടെ ഫാൻ ആക്കുന്ന ആൾക്കാർ നമുക്ക് തരുന്ന പണം, അതായത് വീഡിയോയിൽ വരുന്ന പരസ്യങ്ങൾ, ആ പരസ്യങ്ങൾ നമുക്ക് പണം തരില്ല. നമ്മൾ വീഡിയോയിൽ പരസ്യങ്ങൾ കാണുന്നുണ്ടാകാം, പക്ഷേ അതിൽ നമുക്ക് റവന്യൂ ഉണ്ടാവില്ല. പകരം നമ്മുടെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, നമ്മുടെ ഫാൻസ് നമുക്ക് നേരിട്ട് തരുന്ന പണം, അത് സൂപ്പർ താങ്ക്സ്, സൂപ്പർ ചാറ്റ്, ഇപ്പോൾ ലൈവ് സ്ട്രീം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആളുകൾ നമുക്ക് പൈസ അയക്കുന്നില്ലേ, ആ പണം. പിന്നെ ചാനലിൻ്റെ മെമ്പർഷിപ്പ്. ഈ ചാനൽ മെമ്പർഷിപ്പ് എന്ന് പലർക്കും എന്താണെന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. നമ്മൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് അതിൻ്റെ താഴെ ജോയിൻ എന്ന് എഴുതിയിട്ടുണ്ടാവുമല്ലോ, വീഡിയോയ്ക്ക് തൊട്ട് താഴെ. അപ്പോൾ നമുക്കൊരു നിശ്ചിത തുക പ്രതിമാസം വേണമെങ്കിൽ നമുക്ക് അവർക്ക് കൊടുത്ത് സഹായിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അവർക്ക് നമുക്ക് സംഭാവനയായിട്ട് കൊടുക്കാം. ആ മെമ്പർഷിപ്പ് തുക നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അവർക്ക് കിട്ടും. അപ്പോൾ അതാണ് ആ ചാനൽ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്, പ്രതിമാസം വരിക്കാരാകുന്ന ഒരു രീതി. ഇതൊക്കെ ഇതിൽപ്പെടും. ഈ തുകയെല്ലാം ഇതിനകത്ത് അവർക്ക് കിട്ടും. അതിന് ഒരു ഫുൾ മോണിറ്റൈസേഷൻ വേണ്ട, അവർക്ക് കിട്ടും. ഈ ഘട്ടത്തിലെത്താൻ നമ്മുടെ എല്ലാവരുടെയും ചാനലിന് 500 സബ്സ്ക്രൈബർമാർ വേണം. കഴിഞ്ഞ ഒരു 3 മാസത്തിനിടെ, അതായത് എപ്പോഴാണോ ചാനൽ മോണിറ്റൈസേഷൻ ചെയ്യാൻ നോക്കുന്നത് അതിന് ആ സമയം വരെ തൊട്ട് മുമ്പത്തെ 3 മാസം 90 ദിവസം എടുക്കുമ്പോൾ ആ 90 ദിവസത്തിനുള്ളിൽ ചുരുങ്ങിയത് 3 വീഡിയോ എങ്കിലും നമ്മൾ പബ്ലിഷ് ചെയ്തിരിക്കണം. ലോങ് വീഡിയോ ആണ് കേട്ടോ, ഷോർട്ട് വീഡിയോ അല്ല. അപ്ലോഡ് ചെയ്തിരിക്കണം. ഇതിനോടൊപ്പം ഒരു വർഷത്തിനിടെ, അതായത് 12 മാസമുണ്ട്, ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് 3000 മണിക്കൂർ വാച്ച് അവർ എന്നാണ് പറയാം, 3000 വാച്ച് അവർ എന്നാണ് പറയാം. ഇപ്പോൾ 1 മണിക്കൂറുള്ളൊരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിനൊരു 3000 ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ, മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് ഈ വാച്ച് അവർ നമുക്ക് അങ്ങനെ കണക്ക് കൂട്ടിയാൽ മതി. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അതായത് ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് 3000 മണിക്കൂർ വാച്ച് അവർ വേണം. ഫുൾ ലെങ്ത് വീഡിയോ, ഷോർട്ട് വീഡിയോ അല്ല, ഫുൾ വീഡിയോകളിൽ. ഇനി ഒരു പക്ഷേ അത്രയും നമുക്ക് ലോങ് വീഡിയോകളില്ല, അത്രയും നമുക്ക് വാച്ച് ഹവേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ 3 മാസത്തിനിടെ നിങ്ങളുടെ ഷോർട്സ് വീഡിയോകൾക്ക് 30 ലക്ഷം, അതായത് 3 മില്യൺ വ്യൂസ് കിട്ടിയാലും മതി ഷോർട്സ് വീഡിയോയ്ക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മോണിറ്റൈസേഷൻ സ്റ്റാർട്ടിങ് നമുക്ക് തുടങ്ങി വയ്ക്കാം. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് വരുമാനം കിട്ടുന്ന മോണിറ്റൈസേഷൻ ഒരു നയമാണ്. ഇതിൽ മാത്രമേ നമുക്ക് ഈ പരസ്യങ്ങൾ വരുമ്പോൾ ആ പരസ്യത്തിൻ്റെ തുക നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ വലിയ തുക നമുക്ക് വരുമാനമായിട്ട് കിട്ടുള്ളൂ. ഇതിന് ചാനലിന് 1000 സബ്സ്ക്രൈബർമാർ വേണം. അതുകൂടാതെ ഒരു വർഷത്തിനിടെ 365 ദിവസത്തിനിടെ 4000 മണിക്കൂർ വാച്ച് അവറും വേണം. 4000 മണിക്കൂർ കണ്ടിരിക്കണം. അതൊക്കെ ആ ഡാഷ്ബോർഡിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അതല്ല എന്നുണ്ടെങ്കിൽ, ഇനി 4000 വാച്ച് അവർ നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ 3 മാസത്തിനിടെ നമ്മൾ ഷോർട്സ് വീഡിയോകളാണ്, ചിലർ ഷോർട്സ് മാത്രമാണ് ഇടുന്നത്, ലോങ് വീഡിയോ കുറവായിരിക്കും. അവരുടെ ഷോർട്സ് വീഡിയോകൾക്ക് 1 കോടി, അതായത് 10 മില്യൺ വ്യൂസ് ഉണ്ടായിരിക്കണം എല്ലാ ഷോർട്സിനും കൂടി 3 മാസം കൊണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ നമുക്ക് ചാനലിൽ എനേബിൾ ആകും. ഇനി ഈ കാര്യങ്ങൾക്ക് പുറമെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചാനലിൽ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ അറിയാമല്ലോ. ഫോൺ നമ്പർ, അതൊക്കെ ഇമെയിൽ, ഇതൊക്കെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് വയ്ക്കുന്ന ഒരു പരിപാടിയാണ് സെക്യൂരിറ്റി സിസ്റ്റം. 2 സ്റ്റെപ്പ്, അത് നിങ്ങൾക്ക് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അവിടെ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമുക്ക് അറിയാൻ പറ്റും പോയി നോക്കുമ്പോൾ. അതിങ്ങോട്ട് ഓണാക്കി വെക്കുക. OTPയും എല്ലാമായിട്ട് അങ്ങോട്ട് സെറ്റാക്കി അങ്ങോട്ട് വെക്കുക. യൂട്യൂബിൻ്റെ നിയമങ്ങൾ ലംഘിച്ച സ്ട്രൈക്കുകൾ, കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്സ് എന്ന് പറയും. അതായത് സ്ട്രൈക്ക് കിട്ടുക, 3 സ്ട്രൈക്കൊക്കെ കിട്ടിയ ചാനൽ അടിച്ചു പോകുമല്ലോ. അപ്പോൾ അതുപോലെ മറ്റുള്ളവരുടെ മുതലുകൾ കട്ടെടുത്തിട്ടോ അല്ലെങ്കിൽ വേണ്ടാതിനെ കാണിച്ചിട്ടോ ഉള്ള സ്ട്രൈക്കുകൾ നമ്മുടെ ചാനലിൽ ആ സമയത്ത് ഉണ്ടാകരുത്, ലൈവിൽ ഉണ്ടാകരുത് എന്നുള്ളൂ. നേരത്തെ കിട്ടിയതിന് പ്രശ്നമൊന്നുമില്ല. കിട്ടിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയം എത്തുമ്പോൾ ആ സ്ട്രൈക്ക് നീങ്ങിപ്പോകുമല്ലോ. അതിനുശേഷം നമുക്ക് അപേക്ഷിക്കാം. ഇവിടെ നമുക്കറിയാം ഈ യൂട്യൂബിൻ്റെ ഒരു പോളിസി, ഇപ്പോൾ അത് മാറിയിട്ടുണ്ടോയെന്ന് അറിയില്ല. ഈ പോളിസിൻ്റെ കൂട്ടത്തിൽ അത് കണ്ടിട്ടില്ല. നേരത്തെ ഒരു പോളിസി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സിൽവർ ബട്ടണും അതുപോലെ ഗോൾഡ് പ്ലേ ബട്ടണുകളുണ്ടല്ലോ, ആ പ്ലേ ബട്ടണൊക്കെ കിട്ടുന്ന സമയത്ത്
അതിന് അപേക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വർഷത്തിനുള്ളിൽ ഒരു സ്ട്രൈക്കോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ 1,00,000 സബ്സ്ക്രൈബർ വന്നു എന്ന് പറഞ്ഞിട്ട് ഉടനെ സിൽവറിന് അപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. ആ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അതുപോലെ ഇവിടെ മോണിറ്റൈസേഷൻ പോളിസി എന്ന് പറയുന്ന ആ സമയത്ത് ഇതുപോലുള്ള സ്ട്രൈക്കുകളൊന്നും നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ വീഡിയോകൾ അടിച്ചു മാറ്റിയിട്ട് അതുപോലെ അടിച്ചു മാറ്റി ഇടുന്ന ഒരു പരിപാടിയുണ്ട്. റീയൂസ്ഡ് കണ്ടന്റ് എന്നാണ് പറയുക. അങ്ങനെയുള്ളതൊന്നും ഉണ്ടാകാൻ പാടില്ല. സ്വന്തം ശബ്ദമോ അല്ലെങ്കിൽ സ്വന്തം കഴിവോ ഒക്കെ ഉള്ള സ്വന്തം വീഡിയോകളായിരിക്കണം നമ്മൾ ഇടേണ്ടത്. അതായത് കോപ്പിറൈറ്റ് ഉള്ള ഒരു സാധനം അതിനകത്ത് ഉണ്ടാകരുത്. ഇനി ആഡ്സെൻസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്, ഗൂഗിൾ ആഡ്സെൻസ്. ആ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. ഗൂഗിൾ ആഡ്സെൻസ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ പ്രയാസമൊന്നുമില്ല. ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടാക്കുക, അതിൽ നമ്മുടെ അക്കൗണ്ട് നമ്പറൊക്കെ ആഡ് ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഈ ആഡ്സെൻസിലേക്കാണ് നമ്മുടെ പണം വരുന്നത്. ബാങ്കിലേക്ക് പണം വരാൻ വേണ്ടി ഇത് രണ്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യണം. 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലെ മറ്റേതെങ്കിലും ഒരു മുതിർന്ന ആൾക്കാരുണ്ടാവല്ലോ, അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവരുമായിട്ട് വേണം ഇത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ചെറിയ കുട്ടികൾക്കൊക്കെ പണം വരുന്നുണ്ട്. അവർക്കുള്ള പണം അവർക്ക് ബാങ്ക് അക്കൗണ്ടോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഒരാൾ ഒരു പാരൻ്റായിട്ടുണ്ടാവും. അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ പോളിസി മാറിയിട്ടുണ്ടല്ലോ, മാറിയ പോളിസിയാണല്ലോ എല്ലാവർക്കും ആശങ്ക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് എങ്ങനെ ആയിരുന്നു എന്നറിയണമല്ലോ. അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വീഡിയോകളുടെ പരസ്യ വരുമാനത്തിൻ്റെ കാര്യത്തിൽ പണ്ടും ഇപ്പോഴും തമ്മിൽ വലിയ മാറ്റമൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ മുമ്പ് ഈ നിയമങ്ങളെല്ലാം ഒരൊറ്റ കരാർ, ഒരൊറ്റ എഗ്രിമെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് വലിയ വീഡിയോകൾക്ക് വേറെ, ഷോർട്സിന് വേറെ, ഇങ്ങനെ മാറ്റി കൊണ്ടുവരികയാണ് ചെയ്തത്. ഷോർട്സിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം 2023 മുമ്പ് പരസ്യ വരുമാനം എന്ന് പറയുന്ന സംഭവം ഇല്ല. ഷോർട്സ് വെറുതെ ഇടാം, സബ്സ്ക്രൈബർ അതിനകത്തുണ്ടാവും, അതിനകത്ത് റവന്യൂ ഇല്ലായിരുന്നു. പകരം നല്ല ഷോർട്സ് ഇടുന്നവർക്ക് യൂട്യൂബ് സ്വന്തം കയ്യിൽ നിന്നൊരു തുക ബോണസായിട്ട് കൊടുക്കും. നല്ല ഷോർട്സാണ്, കൂടുതൽ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഷോർട്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫണ്ട് കൊടുക്കും. 2023 ശേഷമാണ് ഷോർട്സിലും പരസ്യ വരുമാനം കിട്ടാൻ തുടങ്ങിയത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പഴയ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് പുതിയ മോണിറ്റൈസേഷൻ നിബന്ധനകളെ കുറിച്ച്, പോളിസിയെക്കുറിച്ച് നോക്കാം. ഇതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരുന്നതെന്നറിയാം. 2027 ഫെബ്രുവരി 1 മുതൽ, 2027 ഫെബ്രുവരി 1 മുതൽ, അതല്ലെങ്കിൽ നമ്മൾ ഈ എഗ്രിമെൻ്റ് അംഗീകരിക്കുന്ന തീയതി മുതൽ, ആ സമയം മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. ഈ നമ്മൾ അംഗീകരിക്കുന്ന സമയം എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഡാഷ്ബോർഡിൽ യൂട്യൂബ് തുറക്കുമ്പോൾ, യൂട്യൂബ് സ്റ്റുഡിയോ തുറക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ഒരു വാർണിംഗ് അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ പോലെ ഒരു മെസ്സേജ് വന്ന് കിടപ്പുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എഗ്രി കൊടുക്കുക. അത്രേ ഉള്ളൂ പരിപാടി. ആ എഗ്രി കൊടുക്കുന്ന ആ സമയം മുതൽ, അതല്ലെന്നുണ്ടെങ്കിൽ 2027 ഫെബ്രുവരി 1 മുതൽ, അന്ന് മസ്റ്റാണ്, അതിനു മുമ്പ് ചെയ്തിരിക്കണം. ആ സമയത്തിനുള്ളിൽ എപ്പോഴാണോ നമ്മൾ ഈ കരാർ സൈൻ ചെയ്യുന്നത്, ആ സമയം മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നതാണ്. നിങ്ങൾ ഇന്നത് സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്ന് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ അത് പ്രാവർത്തികമാക്കും. ഇതിൽ ആദ്യത്തേത് വാച്ച് മോണിറ്റൈസേഷൻ അഥവാ വലിയ വീഡിയോകളുടെ വരുമാനമാണ്. ഇതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ വാച്ച് പേജ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഷോർട്സ് അല്ല, മറ്റ് വലിയ വീഡിയോകളുടെ റവന്യൂ. യൂട്യൂബ് മ്യൂസിക്, യൂട്യൂബ് കിഡ്സ്, ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും യൂട്യൂബിൻ്റെ ആപ്പുകൾ എന്ന് പറയുന്നത്. ഈ 3 ആപ്പുകളിലും വെബ്സൈറ്റുകളിലുമൊക്കെ നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുന്ന പേജിൽ വരുന്ന പരസ്യങ്ങളാണ്. എവിടെയൊക്കെ ഒന്ന് മറ്റുള്ള വെബ്സൈറ്റ് മനസ്സിലായോ? ഇപ്പോൾ നമ്മളൊരു യൂട്യൂബിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മൾ വേറെ പല വെബ്സൈറ്റുകളിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് അവിടെ പ്ലേ ചെയ്യിക്കും. അവിടെ പ്ലേ ചെയ്യുമ്പോൾ അത് യൂട്യൂബിൽ അല്ല നമ്മൾ കാണുന്നത്, അവിടെയാണ് കാണുന്നത്, പക്ഷേ അത് യൂട്യൂബിൽ തന്നെയാണ്, യൂട്യൂബിൻ്റെ പ്ലെയറിലൂടെയാണ് അവിടെ പ്ലേ ആകുന്നത്. അപ്പോൾ അവിടെ പ്ലേ ചെയ്യുന്നതിൽ വരുന്ന പരസ്യങ്ങൾക്ക് നമുക്ക് കിട്ടും. അതായത് നമ്മുടെ വീഡിയോയിൽ എവിടെ പരസ്യം ചെയ്ത് കഴിഞ്ഞാലും അത് ഏത് പ്ലാറ്റ്ഫോമിലാണ് പ്ലേ ആകുന്നത് എന്നതൊരു വിഷയമല്ല, നമുക്കത് റവന്യൂ വരും എന്നാണ് പറയുന്നത്. നമ്മുടെ വീഡിയോ കാണുമ്പോൾ അതിൽ വരുന്ന പരസ്യങ്ങളിൽ നിന്ന് യൂട്യൂബിന് കിട്ടുന്ന മൊത്ത വരുമാനത്തിൻ്റെ 55% നമുക്ക് തരുന്നത്. 100 രൂപ യൂട്യൂബിന് കിട്ടുന്നുണ്ടെങ്കിൽ 55 രൂപ നമുക്ക് തരും, ബാക്കി 45 യൂട്യൂബ് എടുക്കും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഇതാണ് ഒരു കണ്ടീഷൻ. ഇതിലെവിടെയാണ് ഒരു ഭീകരത ഇരിക്കുന്നത്? പച്ചയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു. നേരത്തെ ഒരു കൊട്ടക്കണക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ പച്ചയ്ക്ക് പറയുന്നു. ഇനി യൂട്യൂബ് പ്രീമിയം എന്ന് പറഞ്ഞാൽ പരസ്യമില്ലാതെ വീഡിയോ കാണാനുള്ള ആൾക്കാരുണ്ട്. അതായത് ഒരു നിശ്ചിത തുക മാസം അടച്ചു കഴിഞ്ഞാൽ അവർക്ക് പരസ്യം വരില്ല. ഈ യൂട്യൂബ് പ്രീമിയം അടച്ചിട്ടുള്ള ഒരു വീഡിയോ കാണുമല്ലോ, കാശ് കൊടുത്ത് പരസ്യം ഒഴിവാക്കുമല്ലോ. അങ്ങനെ ആ പ്രീമിയം അടയ്ക്കുന്ന തുക, ആ തുകയിൽ നിന്ന് ഒരു വരുമാനം നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? അവർ നമ്മളോട് വീഡിയോ കാണുന്ന സമയത്ത് അതിൻ്റെ ഒരു ഷെയർ കൂടി നമുക്ക് കിട്ടും. അതായത് നമ്മുടെ പരസ്യം അവർക്ക് വരുന്നില്ല, അവർ കാണുന്നില്ല എന്നത് കണക്ക് കൂട്ടണ്ട. അവർ പണം കൊടുത്ത് പരസ്യം വേണ്ട എന്ന് പറഞ്ഞതായതുകൊണ്ട് അവർ പണം കൊടുക്കുന്ന പണത്തിൽ നിന്ന്, പ്രതിമാസം കൊടുക്കുന്ന പണത്തിൽ നിന്ന് ഒരു സംഖ്യ
ആരുടെയൊക്കെ വീഡിയോകളാണോ അവർ മോണിറ്റൈസേഷൻ ചെയ്ത ചാനലുകളുടെ വീഡിയോകളാണ് കാണുന്നത്, അവർക്ക് അതിൻ്റെ ആനുപാതികമായിട്ട് അവർക്ക് എത്തും. അതാണ് ഒന്ന്. ഇനിയുള്ളത് ഷോർട്സ് മോണിറ്റൈസേഷൻ അഥവാ ഷോർട്സ് വീഡിയോകളുടെ റവന്യൂ ആണ്. നമ്മൾ യൂട്യൂബ് ആപ്പ് തുറന്നിട്ട് ഷോർട്സ് ഇങ്ങനെ മുകളിലേക്ക് നീക്കി വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ വരുന്ന പരസ്യങ്ങൾ, ആ പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ്. ഷോർട്സിൻ്റെ കാര്യത്തിൽ മൊത്തം കിട്ടുന്ന വരുമാനത്തിൻ്റെ 45% നമുക്ക് തരുന്നത്, 55% യൂട്യൂബ് എടുത്തുകൊണ്ട് പോകും. ഷോർട്സിൻ്റെ വരുമാനം നമുക്ക് കിട്ടുന്നത് കണക്ക് കൂട്ടുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഒരു രാജ്യത്ത് ഷോർട്സ് പരസ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന ആകെ തുക യൂട്യൂബ് ഒരു പെട്ടിയിൽ അങ്ങോട്ട് ഒരുമിച്ച് കൂട്ടും. അതായത് ക്രിയേറ്റഡ് ഷോർട്സ് പൂൾ എന്നാണ് അതിന് പറയുക. ആ പെട്ടിയിൽ അങ്ങോട്ട് ഇടും. ഇത് നമ്മൾ ഈ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുമ്പോൾ അവിടെ കിടന്ന ടിപ്പുകളുണ്ടല്ലോ, ആ ടിപ്പുകൾ എല്ലാവരും കൊണ്ടു ചെന്ന് ഒരു പെട്ടിയിലിടും. എന്നിട്ട് വൈകുന്നേരം ആകുമ്പോൾ കട അടയ്ക്കുന്ന സമയത്ത് ആ പെട്ടി തുറന്ന് എല്ലാവരും വിരിച്ചെടുക്കുമെന്ന് പറയുന്നില്ല, എന്നതുപോലെ അതിൽ നിന്ന് പണമെടുത്താണ് നമുക്ക് തരുന്നത്. അവിടെ ഒരു കുഴപ്പമുള്ളത്, നമ്മൾ ചിലപ്പോൾ ചില കോപ്പിറൈറ്റ് കണ്ടൻറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും. അത് യൂട്യൂബിൽ നിന്ന് എടുത്തിട്ടുണ്ടാകാം. അതായത് പാട്ടുകൾ, ആ പാട്ടുകളുടെ റവന്യൂ, അതിൽ ലൈസൻസ് ഉണ്ടാവും, അവർക്കുള്ള അവകാശപ്പെട്ട തുക നമുക്ക് റവന്യൂ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മൾ ഉപയോഗിച്ചത് ഒരു തേർഡ് പാർട്ടിയുടെ പാട്ടാണ്, അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഉള്ള പാട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ അവർക്കുള്ള പണം അവർക്ക് പോകും. അതിനുശേഷം ബാക്കി പണമാണ് നമ്മുടെ ഷോർട്സിന് കിട്ടിയ വ്യൂ ആയിട്ട് നമുക്ക് തരുന്നത്. ഇനി ഏതെങ്കിലും ഒരു പരസ്യ കമ്പനി അല്ലെങ്കിൽ പരസ്യം കൊടുക്കുന്ന ഒരാൾ നമ്മുടെ ഈ ഷോർട്സ് വീഡിയോ ഇടുന്ന നമ്മുടെ ചാനലിലെ ഷോർട്സിന് മാത്രം മതി പരസ്യം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കൊടുക്കാം. ഇപ്പോൾ ഈ യാത്രകൾ പോകുന്നവരിപ്പോൾ ട്രാവലേഴ്സിൻ്റെ ചാനലിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ നല്ല രീതിയിൽ റീച്ച് കയറി പോണതാണ്, ആ രാജ്യത്ത് നല്ല രീതിയിൽ റീച്ച് കയറി പോണ ചാനലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മാത്രം പരസ്യം വരുന്നത് കാണാം, ചില പ്രത്യേക പരസ്യങ്ങൾ. കാരണം അതിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ കാണുമെന്ന് അറിയാവുന്നതുകൊണ്ട് ആ ചാനലിൽ മാത്രം ആ പരസ്യം കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന പരസ്യ വരുമാനത്തിൻ്റെ 45% നമുക്ക് കിട്ടും. നമ്മുടെ ചാനൽ അങ്ങനെ ഒരു ചാനലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഏതെങ്കിലും വീഡിയോ എടുത്തിട്ട് ആരെങ്കിലും ആ ചാനലിലെ ആ ഷോർട്സിൽ പരസ്യം കൊടുത്താൽ മതി എന്ന് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റവന്യൂവിൻ്റെ 45% യൂട്യൂബ് റവന്യൂ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി യൂട്യൂബ് പ്രീമിയം ഉപഭോക്താക്കളുണ്ടല്ലോ, പ്രീമിയം എമൗണ്ട് അടയ്ക്കുന്ന ആൾക്കാർ, അവർ നമ്മളെ ഷോർട്സ് കാണുമ്പോൾ ആ ഷോർട്സിൻ്റെ വ്യൂസിൻ്റെ കണക്കനുസരിച്ചിട്ട് 45% നമുക്ക് കിട്ടുകയും ചെയ്യും. അവർ യൂട്യൂബിന് പണം അടച്ചിട്ട് പരസ്യം വേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെ അടയ്ക്കുന്ന പണത്തിൻ്റെ 45% വിഹിതമാണ് നമുക്ക് കിട്ടുന്നത്. കാരണം അവർ നമ്മളെ വീഡിയോ മാത്രമല്ല കാണുന്നത്, ഒരുപാട് പേരുടെ വീഡിയോ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വിഹിതം എത്ര നമ്മൾ കാണുന്നു, നമ്മളെ വീഡിയോ എത്ര അവർ കാണുന്നു എന്നനുസരിച്ചിട്ടാണ് നമുക്ക് റവന്യൂ വരുന്നത്. എന്നാൽ ഷോർട്സിൽ നിന്ന് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബ് പറയുന്ന കുറഞ്ഞ ഒരു വ്യൂസ് അത് എത്രയാണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു മിനിമം വ്യൂസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പണം നൽകുന്ന മാസത്തിന് തൊട്ട് മുമ്പത്തെ മാസത്തിൻ്റെ 15-ാം തീയതി വരെയുള്ള 90 ദിവസത്തെ വ്യൂസ് നോക്കിയിട്ടാണ് ഈ യോഗ്യത തീരുമാനിക്കുന്നത് എന്നും പറയുന്നുണ്ട്. അത് അറിയുമ്പോൾ എന്തായാലും ഞാൻ മറ്റൊരു വീഡിയോയിലോ അല്ലെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലോ ഞാൻ പിൻ ചെയ്ത് വെക്കാം. ഇനി നമ്മുടെ ഷോർട്സിൽ മറ്റാരുടെയെങ്കിലും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റാരുടെയെങ്കിലും പാട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന മൊത്തം റവന്യൂവിൽ നിന്ന് ഈ പറയുന്ന ആളിനും കൂടി അത് ഷെയർ ചെയ്യപ്പെടും. നമ്മുടെ വീഡിയോയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മുടെ വീഡിയോ ആണ് കാണുന്നതെന്നുണ്ടെങ്കിലും മറ്റുള്ളവൻ്റെ മുതലെടുത്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് അവനും കൂടി പോകും. ഇവിടെ യൂട്യൂബ് പറയുന്നത് നിങ്ങളുടെ ഓൺ കണ്ടൻറ്റ് നിങ്ങൾ കൊടുത്താൽ മതി, എന്നാൽ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ വരുമെന്നാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ആൾക്കാരെ അബദ്ധം പറ്റുന്നതും, ഈ റോബോട്ടുകളെ വെച്ചിട്ട്, ബോട്ടുകളെ വെച്ചിട്ട്, അല്ലെങ്കിൽ വേറെ ആപ്പുകളൊക്കെ വെച്ചിട്ട് കൃത്രിമമായിട്ട് വ്യൂസ് ഉണ്ടാക്കും, വാച്ച് അവർ ഉണ്ടാക്കും. അങ്ങനെ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ കാശ് കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സ് കയറ്റുക, കാശ് കൊടുത്തിട്ട് വാച്ച് ഹവേഴ്സ് കയറ്റുക എന്ന് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള പരിപാടികൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചാനൽ അടിച്ചു പോയി എന്ന് തന്നെ വരും. യൂട്യൂബ് 10ൻ്റെ പൈസ നിങ്ങൾക്ക് തരുമെന്ന് കരുതണ്ട. അങ്ങനെ ഒരു പരിപാടിയുമില്ല. ആ ഒരു പരിപാടിക്ക് നിൽക്കാൻ വേണ്ട. ഇവിടെ സാധാരണക്കാരൻ ഒരു ചാനൽ തുടങ്ങി അവന് റിയൽ വ്യൂസ്, റിയൽ സബ്സ്ക്രൈബ്സ്, അതുപോലെ റിയൽ വാച്ച് ഹവേഴ്സ്, ആ നിലയിൽ അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവൻ്റെ കണ്ടൻറ്റ് അവൻ്റേത് തന്നെയാണ് എന്നുണ്ടെങ്കിൽ, എവിടെ നിന്നും കട്ടെടുത്തുകൊണ്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെ സ്വന്തം കണ്ടൻറ്റുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് യൂട്യൂബ് കൈ നിറയെ വാരി കൊടുക്കും എന്നാണ് പറയുന്നത്. ഇതിലെവിടെയാണ് നമ്മളെ പേടിപ്പിക്കേണ്ട കാര്യങ്ങളുള്ളത്? Different angles. Don't forget to subscribe and support this channel.